ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് സംശയമുണ്ട്. അതായത് ടെലിഗ്രാം ചാനൽ ബാൻ ചെയ്യുമോ ഇല്ലയോ എന്നാണ് പലർക്കും ഇപ്പോൾ ഭയങ്കര പേടി ഒക്കെ ഉള്ള ഒരു സന്ദർഭമാണ്. ടെലിഗ്രാം സഹസ്ഥാപകന് സിഇഒ പവേൽ ദുരോവ് അറസ്റ്റിലായി. അപ്പൊ ഇത് കാരണമാണ് പലർക്കും പേടി. അതുപോലെ തന്നെ ടെലിഗ്രാം 2 ദിവസത്തിനകം ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള പലതരത്തിലുള്ള മെസ്സേജ് നിങ്ങൾ കാണുന്നുണ്ട്. നിരവധി രാജ്യങ്ങൾ ഇതിനു വേണ്ടി പരാതി നൽകിയിട്ടുണ്ട്. ചൈൽഡ് പോർണോഗ്രഫി, ഇല്ലീഗൽ ഡ്രഗ്സ്, ഇല്ലീഗൽ ഗുഡ്സ് സെല്ലിംഗ്, ഇങ്ങനെ പല കുറ്റകൃത്യങ്ങൾ ടെലിഗ്രാമിലൂടെ നടക്കുന്നത് കൊണ്ടാണ് പല രാജ്യങ്ങളും ഇതിനെതിരെ കംപ്ലൈന്റ് ചെയ്യുകയും നിരവധി രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഇന്ത്യയിൽ ഇതിപ്പോൾ ഉടനടി ബാൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഇപ്പോ ഉടനെ തന്നെ എക്സാം ഉള്ള പലരും ഇപ്പൊ ഇന്ന് കൂടുതൽ ആളുകൾ മൊബൈൽ ഫോണിലൂടെ പഠിക്കുന്നവരാണ് അല്ലെ. അപ്പോ നിങ്ങളുടെ നോട്ട്സ് എല്ലാം ഏതെങ്കിലും ഒക്കെ ടെലിഗ്രാം ചാനലിലൊക്കെ ആയിരിക്കാം നിങ്ങൾ ഷെയർ ചെയ്തേക്കുന്നത്. പലരും സ്വന്തമായിട്ട് ടെലിഗ്രാം ചാനലൊക്കെ ഇട്ട് അതിനകത്തോട്ടാണ് സേവ് ചെയ്തൊക്കെ വെക്കുന്നത്. അപ്പൊ നോട്ട്സ് ഫുള്ള് അവിടെ ആയിരിക്കും, പല PDF-കളിലും അതിനകത്ത് കിടക്കായിരിക്കും. അപ്പൊ പെട്ടെന്നൊരു ടെലിഗ്രാം ചാനൽ ബാൻ ചെയ്ത് പോയാൽ ഇപ്പോൾ എത്രയും വേഗം എക്സാം നടക്കാൻ പോകുന്ന പല കുട്ടികൾക്കും അത് ടെൻഷനിലേക്ക് പോകും. പലരും ഇപ്പോൾ ഇരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന തിരക്കിൽ കൂടിയാണ്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ടെലിഗ്രാം ബാൻ ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്ത്യയിൽ. അഥവാ ബാൻ ചെയ്താലും നിങ്ങൾക്ക് എവിടുന്നൊക്കെയാണോ നിങ്ങൾക്ക് ഡേറ്റാസ് ടെലിഗ്രാമിൽ കിട്ടുന്നത് അതെല്ലാം തന്നെ വാട്സപ്പ് ത്രൂവിലോ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ഒത്തിരി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പൊ തിരക്ക് പിടിച്ച് നടന്ന് ഈ കാണുന്നതെല്ലാം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരുന്ന് നിങ്ങളുടെ സമയം കളയേണ്ട കാര്യവുമില്ല. നിങ്ങൾക്ക് ഏതൊക്കെ ടെലിഗ്രാം ചാനൽ ആണെങ്കിലും അവരൊക്കെ ഉടൻ തന്നെ എന്ത് ചെയ്യും, വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രൊവൈഡ് ചെയ്യും. അതിനകത്തോട്ട് ജോയിൻ ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ തന്നെ യൂട്യൂബിലൂടെയോ ഇൻസ്റ്റയിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ഡേറ്റാസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിച്ച് ഇപ്പോൾ എക്സാം ഏറ്റവും അടുത്ത് നിൽക്കുന്ന പല കുട്ടികളും ഉണ്ട്. LDCക്ക് പ്രിപ്പയർ ചെയ്ത് ഉടൻ തന്നെ LDC എക്സാം ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവര് നിങ്ങളുടെ ഈ സമയത്തെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം റിവിഷൻ ഒക്കെ ചെയ്ത് മനസ്സിനെ നല്ല ശാന്തമാക്കി നിർത്തേണ്ട ഒരു സമയമാണ്. അനാവശ്യമായ ടെൻഷനുകൾ കാണിച്ച് നമ്മളുടെ ഉള്ള മാർക്കുകൾ കളയാണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, എക്സാം ഹാളിൽ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന പോലെ ഇരിക്കും. എന്ത് പഠിച്ചു എന്നുള്ളതിനേക്കാളും നമ്മളുടെ ആ എക്സാം ടൈമിൽ നമ്മൾ കൃത്യമായി അത് വിനിയോഗിക്കുന്നത് പോലെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇതിനെ ഓർത്ത് വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ ഇരുന്നാൽ നമ്മുടെ റിവിഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അത് നമ്മളുടെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ നമ്മുടെ എക്സാം ഹാളിൽ അത് പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങൾ എന്താണോ സാധാരണ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ റിവിഷൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ പോവുക. അല്ല, നിങ്ങൾ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്, ഇന്ന ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് ടെലിഗ്രാമിലെ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സമയം കളയാണ്ടിരിക്കുക. വെറുതെ നിങ്ങൾ മറ്റ് വാർത്തകൾ തേടി ഇങ്ങനത്തെ ടെലിഗ്രാമിനെ കുറിച്ചുള്ള മോർ ഡീറ്റെയിൽസ് തേടി അങ്ങനെയൊക്കെ നമ്മൾ സമയം കളയാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ എക്സാം അടുത്ത് നിൽക്കുന്ന സമയമാണ്. ഒരുപാട് വാർത്തകൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാര്യം മാധ്യമങ്ങൾക്ക് അവര് വാർത്തകൾ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, അവരുടെ ലൈഫ് മാർഗമാണ്. അപ്പൊ ഒരുപാട് വാർത്തകൾ വരും. നമ്മളിപ്പോ തൽക്കാലത്തേക്ക് ഈ ഒരു എക്സാം ടൈം വരെ മറ്റു വാർത്തകളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ഗോസിപ്പ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത്തരം ന്യൂസുകളിലേക്കൊക്കെ ഇപ്പൊ നിങ്ങൾ പോകാണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് പഠനമാണ്. PSC എക്സാം നടക്കുകയാണ്. ഇനി 3 വർഷം കഴിഞ്ഞിട്ടേ ഈ എക്സാം ഉള്ളൂ എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായി പഠിക്കുക, പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരുപാട് ന്യൂസുകൾ വരും. അപ്പൊ അതിലൊന്നും നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട. ഒരാഴ്ച കഴിഞ്ഞ് ഈ ന്യൂസും ഇതിന്റെ റെക്കോർഡ്സും ഒക്കെ അവിടെ തന്നെ കിടക്കും, ആ ചാനലുകളിലൊക്കെ കിടപ്പുണ്ടായിരിക്കും. അന്നേരം അതൊക്കെ കൂടുതൽ നല്ല രീതിയിൽ വായിച്ച് അപ്പൊ കൂടുതൽ മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾ പഠിക്കുക, പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എക്സാം എത്തി നിൽക്കുകയാണ്. അപ്പോ ഈ പഠന സമയം മറ്റൊന്നിനും വിനിയോഗിക്കാതെ നമ്മളുടെ പ്രീഷ്യസ് ലൈഫിലെ ടൈമാണ്. നമ്മൾക്ക് വേണ്ടത് ജോലിയാണ്, മറ്റേതൊക്കെ മറ്റുള്ളവരുടെ കാര്യമാണ്. അപ്പൊ അത് ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ അങ്ങോട്ടൊന്നും എത്തി നോക്കാൻ പോകാതിരിക്കുക. അപ്പൊ സ്റ്റഡി വെൽ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.